പൂജ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. മണ്ണ് കണ്ട് നല്ല മണ്ണ് കുഴച്ചെടുത്ത്. അപ്പൊ ബാബു ചേട്ടൻ ഉണ്ടാക്കുന്ന പൂജ കേട്ടോ. ഇതാണ് കേട്ടോ മണ്ണ് കുഴച്ചെടുക്കുന്ന ഒരു യന്ത്രം. ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് മണ്ണ് കുഴച്ചെടുത്തതിന് ശേഷം ഓരോന്നും ഉണ്ടാക്കുന്നതിന് ആനുപാതികമായിട്ടുള്ള മണ്ണ് ഓരോരുത്തർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ ആ മെഷീനിൽ വെച്ച് മണ്ണ് കുഴച്ച് വെച്ചതിന് ശേഷം ആ മണ്ണ് ഇവിടെ എടുത്തുകൊണ്ട് വന്ന് ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്. ആള് ഇപ്പോൾ ഒരു പിഞ്ഞാണിയാണ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ കൂജയാണ് ഉണ്ടാക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിന് എത്ര അളവ് വേണോ ഏകദേശം അളവ് വെച്ചിട്ട് ഇവിടുന്ന് ഓരോരുത്തർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഈ കൂജ ഉണ്ടാക്കാനുള്ള ആ അളവ് മണ്ണ് ഈ ചേട്ടൻ്റെയിലേക്ക് കൊടുത്തു. അപ്പോൾ ചേട്ടൻ വേണ്ട ഉണ്ടാക്കി തുടങ്ങി കേട്ടോ. ഉണ്ടാക്കി തുടങ്ങി. അപ്പോൾ കുറച്ചെടുത്ത് കളഞ്ഞു. അപ്പോൾ ആ ഷേപ്പ് ഉണ്ടാക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ എന്ത് രസമാണെന്ന് ചോദിക്കും. ഞാനൊന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചു, പക്ഷെ നടക്കൂല എന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ അത് അവരുടെ കയ്യിലങ്ങോട്ട് വഴങ്ങിയിരിക്കുന്ന പണിയാണ്. ആ പിടിക്കുമ്പോൾ അതേ രീതിയിൽ വരുന്ന എന്ത് രസമാണെന്ന് ചോദിക്കും ഇതെല്ലാം വരുന്നത്. എത്ര സമയം കൊണ്ടുണ്ടാക്കും ചേട്ടാ ഒരെണ്ണം? 3 മിനിറ്റ് അല്ലേ? ഓ മണ്ണിന്റെ അനുസരിച്ച്. അപ്പൊ ഈ സാധനം നമ്മളിപ്പോ ഇതൊന്നും ഉണ്ടാക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് കോടി പോകൂലേ? ടെമ്പർ ഉണ്ടോ? മണ്ണിന്റെ ഉണ്ടല്ലേ? മണ്ണിന് ആ പശപ്പ് ഉള്ളതാണല്ലേ? ഓക്കെ ഓക്കെ. ഇതിനകത്ത് കേട്ടെ, ഇത് ഒരു ദിവസം ചേട്ടന് എത്രണ്ണം പണിയൊക്കെ? 100 എണ്ണം. ഒരു ദിവസം 100 എണ്ണം പണിതെടുക്കും. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഉണ്ടോ? അത് കഴിഞ്ഞ് പിന്നെ അതിനെന്ത് ചെയ്യണേ? ഓക്കെ ഓക്കെ ഓക്കെ. അത് ശരി. 4 പണി ഉണ്ടല്ലേ? ഓക്കെ. അതിന്റെ മൂടിയാണോ ആ പണിയണത്? ഓക്കെ. ആ കൂജകൾ മുഴുവൻ രണ്ട് ഇവിടെ കൊണ്ട് നിരത്തി വെച്ചിരിക്കുന്ന എല്ലാ ഷേപ്പെല്ലാം ചെയ്ത്. ഇനി ഇത് ചൂളയിൽ വെക്കാനുണ്ട്. അതിനൊപ്പം തന്നെ വേണ്ട അടിയിൽ പണ്ടാരം, നമ്മുടെ പണ്ടാരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുടുക്ക ഉണ്ടാക്കി വേണ്ട സെറ്റപ്പാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇതെല്ലാം ഇനി ചൂളയിൽ വെക്കാനുള്ളതാണ്. അടിയിലും കുറേ സാധനങ്ങളുണ്ട്. എല്ലാം റെഡി ആയിരിക്കുന്നു ചൂളയിലേക്ക് പോകാനായിട്ട്. കമ്പിയിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഒരു കൂജ ഇരിപ്പുണ്ട്. ഒരു 20 അടിയോളം ഉണ്ട് കേട്ടോ. ചില ഹോട്ടലിലൊക്കെ ഫ്രണ്ടിൽ തന്നെ ഷോയ്ക്ക് വെക്കില്ലേ ആ സാധനം.